എന്തായാലും അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി കാണിച്ചു. ഒരു വൃത്തികേട് പറഞ്ഞു. ആ വൃത്തികേടിനെ ന്യായീകരിച്ച് മെഴുകാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ഫേസ്ബുക്ക് പോസ്റ്റ് അത് രാവിലെ കണ്ടപ്പോൾ നേരത്തെ നമ്മൾ റിയാക്ട് ചെയ്ത റീലില്ലേ, അതിനേക്കാൾ ഭീകരവും അപകടകരവുമാണെന്ന് തോന്നി. അതുകൊണ്ട് ആ പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറയുന്നത് ഉൾക്കൊള്ളാൻ ബോധമില്ലാത്ത കുറെ എണ്ണത്തെ പഠിപ്പിച്ചു മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ചെയ്യേണ്ട ബാധ്യതയാണ്. ഇവിടെ ഡോക്ടർമാർ, അതായത് 5 വർഷം പഠിച്ച് അത് കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ പരിചയമുള്ള ഡോക്ടർമാർ പറയുന്നത്, സയന്റിസ്റ്റുകൾ പറയുന്നത്, ഈ പ്രസവം എന്ന് പറയുന്ന സിറ്റുവേഷൻസിന്റെ പല വേരിയേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള അത്രയും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ബോധമില്ലാത്തത് ബാക്കിയുള്ളവർക്കും, ബോധമുള്ളത് അണ്ണന് മാത്രം. മറ്റേ പഴയൊരു വിറ്റുണ്ടല്ലോ, അതായത് അമ്പലപ്പറമ്പിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ കൂടെ വന്ന് 49 പേരും കാണാതായിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ അനൗൺസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരിക. ഇതാണ് അണ്ണൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അണ്ണൻ ഈ ന്യായീകരണ പോസ്റ്റ് ഫേസ്ബുക്കിലാണ് ഇട്ടത്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൊങ്കാല കിട്ടും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. മാത്രമല്ല പുരുഷന്മാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് അണ്ണൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യുന്ന പ്രസവ മുറിയിൽ വരെ സ്ത്രീകളോടൊപ്പം പോകുന്ന പുരുഷന്മാരുണ്ട്. ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ്. എന്നാലും എന്തോ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊരു അച്ചീവ്മെന്റ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന ആൾക്കാരും അച്ഛന്മാരാണ്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിന് ബോധമില്ല എന്നുള്ളതും ബാക്കിയുള്ളവർക്ക് ബോധമുണ്ട് എന്നുള്ളതുമാണ് ആ വ്യത്യാസം. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യവും കൂടി ഉണ്ടാവണം. ആർക്കും മിസ്റ്റേക്സ് പറ്റാത്ത മനുഷ്യന്മാരൊന്നുമല്ല. പക്ഷെ ഇതേപോലെ കടന്ന് ഉരുളൂല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?